ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു. DGPയുടെ നിർദ്ദേശപ്രകാരം DGPയുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തർ തത്സമയം വിശദാംശങ്ങളുമായി ചേരുന്നു. എന്തൊക്കെയാണ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? DGP ശുപാർശ ചെയ്തിട്ടാണല്ലോ ഈ അന്വേഷണം ഇപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN കഴിഞ്ഞ ദിവസം PV അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിയ സംസ്ഥാന പോലീസ് മേധാവി ആ മൊഴി വിവരവും പരാതിയും അടക്കം പരിശോധിച്ച ശേഷം ഈ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വിജിലൻസ് അന്വേഷിക്കുന്നതാകും ഉചിതം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വിശദമായ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് ആ വിജിലൻസ് അന്വേഷണത്തിൽ തീരുമാനം വൈകുന്നതിൽ വലിയ തരത്തിലുള്ള വിമർശനവും ഉയർന്നു. ഇപ്പോൾ ഈ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തെ ഉടൻ പ്രഖ്യാപിക്കും. അത് ഒരുപക്ഷെ നാളെയായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക. MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനായിട്ടുള്ള തീരുമാനം അതിപ്പോൾ മുഖ്യമന്ത്രി ഉത്തരവായി തന്നെ ആഭ്യന്തര വകുപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGPക്കെതിരെ 2 DGPമാരുടെ നേതൃത്വത്തിലായിരിക്കും അപ്പോൾ അന്വേഷണം ഇനി മുതൽ നടക്കുക. അതിലൊന്ന് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇപ്പോൾ ഉന്നതതല സമിതിയുടെ അന്വേഷണം നടക്കുന്നു. രണ്ടാമത്തേത് ഇപ്പോൾ വിജിലൻസ് അന്വേഷണവും തുടങ്ങുമ്പോൾ അത് DGP യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലായിരിക്കും ആ അന്വേഷണവും വരിക. അങ്ങനെ 2 DGP റാങ്കുള്ള ഉദ്യോഗസ്ഥരായിരിക്കും അന്വേഷണം നടത്തുക. അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷിക്കണമെന്നാണ് DGPയുടെ ശുപാർശയുള്ളത്. തന്നെയായിരുന്നു PV അൻവറിന്റെ പരാതിയും. അക്കാര്യത്തിലായിരിക്കും അന്വേഷണം നടക്കുക. അതേസമയം സസ്പെൻഷനിലായ മുൻ പത്തനംതിട്ട SP S സുജിത് ദാസിനെതിരെയും വിജിലൻസ് അന്വേഷണം ഉണ്ടാകും. മുൻപ് സൂചിപ്പിച്ചതുപോലെ നാളെ അന്വേഷണ സംഘത്തെ നിശ്ചയിച്ചേക്കുമെന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. SKN ഷെഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഷെഫീദ്, യഥാർത്ഥത്തിൽ ഈ എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? PV അൻവർ MLAയുടെ പരാതിയാണോ ഇത്തരമൊരു അന്വേഷണത്തിന് അടിസ്ഥാനമായത്, അതോ DGP നടത്തിയ ശുപാർശയാണോ? എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവായി എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. DGPയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും അന്വേഷണ പരിധിയിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ സുജിത് ദാസിനെതിരെയും അന്വേഷണം ഉണ്ടാകും. അന്വേഷണ സംഘത്തെ നാളെയായിരിക്കും നിശ്ചയിക്കുക. ഷെഫീദ് റാവുത്തർ കൂടുതൽ വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നു. പറയൂ ഷെഫീദ്. SKN നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ വിജിലൻസ് അന്വേഷണത്തിനുള്ള ശുപാർശ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി കൈമാറിയിട്ടും അതിനുശേഷം പിന്നീട് മുഖ്യമന്ത്രി തീരുമാനമെടുക്കാത്തത് അതിൽ ചെറിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ വിമർശനം ഉയർന്നിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം CPI നേതാക്കളുടെ ഭാഗത്തു നിന്ന് അടക്കം പ്രകടമായിട്ടുള്ള വിമർശനം അത് ഉയരുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇത്രയധികം ഗുരുതര ആരോപണം ഉയർന്നിട്ടും ക്രമസമാധാന ചുമതലയിൽ ADGPയെ തുടരാൻ അനുവദിക്കുന്നതിനെതിരെ കഴിഞ്ഞ ദിവസമാണ് CPIയുടെ മുതിർന്ന നേതാവായിട്ടുള്ള പ്രകാശ് ബാബു അടക്കം രംഗത്തെത്തിയിട്ടുള്ളത്. ആ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനം നേരിടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി അനുമതി നൽകിയത്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കുന്നത് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. PV അൻവറിന്റെ ആരോപണം അത് ഗൗരവമുള്ള ആരോപണമായി സർക്കാർ നിലവിൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ പോലും വിജിലൻസ് അന്വേഷണം തൽക്കാലത്തേക്കിന് വേണ്ട എന്നുള്ളൊരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. എന്നാൽ ആ തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ മാറി, മുഖ്യമന്ത്രി മാറി, വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരുകയായിരുന്നു. PV അൻവർ പ്രധാനമായും ഉന്നയിച്ചത് പോലീസ് തലപ്പത്തെ ഉന്നതരടക്കമുള്ള ആളുകൾക്ക് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട്. സ്വർണ്ണക്കടത്തിന്റെ ഒരു വിഹിതം അത് പോലീസിലെ പലർക്കും കിട്ടുന്നുണ്ട്. അതിൽ പേരെടുത്ത് തന്നെ ADGP MR അജിത് കുമാർ, സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യമാകട്ടെ പല ക്രമസമാധാന ചുമതലയുടെയും പാലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവ് അടക്കമുള്ള കാര്യങ്ങൾ അതിലും PV അൻവറിന്റെ പരാതിയിൽ സംശയം ഉന്നയിക്കുന്നു. മൂന്നാമത്തെ കാര്യം അത് ഈ ADGP MR അജിത് കുമാറിന്റെ വീടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കവടിയാറിൽ നിർമ്മിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അക്കാര്യത്തിൽ MR അജിത് കുമാറിന് ഒരു വിശദീകരണമുണ്ട്. അദ്ദേഹം അത് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപാകെയും മുഖ്യമന്ത്രിക്ക് മുൻപാകെയും അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. പൊളിറ്റിക്കൽ പ്രഷർ കാര്യമായി സർക്കാരിന് പുറത്ത് ഈ വിഷയത്തിന്മേൽ ഉണ്ടായിരുന്നു. ഏതായാലും
പ്രതിപക്ഷമടക്കം ആവശ്യപ്പെടുന്ന പോലെ തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെയും സർക്കാർ എത്തിയിട്ടില്ല. LDF യോഗത്തിലടക്കം, മുന്നണി യോഗത്തിലടക്കം ഘടകകക്ഷികൾ കാര്യമായി എതിർപ്പുന്നയിച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ഉന്നതതല സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് തീരുമാനം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് വിമർശനമുയർന്ന ഒരു ഘട്ടത്തിൽ തന്നെ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ആ പഴി കേൾക്കലിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിവായിട്ടുണ്ട്. SKN. ഷഫീദ്, യഥാർത്ഥത്തിൽ PV അൻവറുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് കഴിഞ്ഞോ? അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ PV അൻവർ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചിട്ടില്ല SKN. പക്ഷേ അദ്ദേഹത്തിന്റെ ആവശ്യമായിരുന്നു വിജിലൻസ് അന്വേഷണം, പ്രത്യേകിച്ച് ഈ അനധികൃത സ്വത്ത് സമ്പാദനം. അത് ADGP MR അജിത് കുമാർ നടത്തിയതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ അടക്കം കോട്ട് ചെയ്തുകൊണ്ടുള്ള പരാതിയാണ് PV അൻവർ സംസ്ഥാന പോലീസ് മേധാവിക്കും പിന്നീട് തൃശൂർ റേഞ്ച് DIGക്ക് മൊഴിയായി നൽകിയപ്പോഴും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം. രണ്ടാമത്തെ കാര്യമാകട്ടെ SPS സുജിത് ദാസിനെതിരെയുള്ള, മുൻ SP ഇപ്പോൾ സസ്പെൻഷനിലിരിക്കുന്ന SPS സുജിത് ദാസിനെതിരെയുള്ള ഈ അന്വേഷണമാണ്. അദ്ദേഹത്തിനെതിരെ കുറച്ചുകൂടി ഗൗരവമുള്ള ആരോപണം, പരാതി അത് PV അൻവർ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നുണ്ട്. അത് എയർപോർട്ടിന് പുറത്തേക്ക് ആ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ എത്തിച്ച പോലീസ് മാർഗം അത് പിടികൂടി അതിന്റെ ഒരു ഷെയർ, അതിന്റെ ഒരു വിഹിതം സുജിത് ദാസ് പറ്റുന്നു. അങ്ങനെ അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നുള്ള ഗുരുതര ആരോപണം അത് PV അൻവർ ഇതിനോടകം തന്നെ പരാതിയായി നടത്തിയിട്ടുണ്ട്. അതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏതായാലും ഇത്തരം വിഷയങ്ങളുടെ ഗൗരവവും അതേപോലെ തന്നെ ഇത് വിജിലൻസ് അന്വേഷിക്കട്ടെ എന്നുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു വൈകൽ അതൊരു സാങ്കേതിക തടസ്സം മാത്രമായിരുന്നു. കാരണം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 ദിവസം മുൻപാണ് ഈ ശുപാർശ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നത്. ആ റിപ്പോർട്ടിന്മേൽ സർക്കാർ അടയിരിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു തുടങ്ങിയപ്പോൾ അവസാനം മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഏതായാലും ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലടക്കം വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. വിജിലൻസ് അന്വേഷണ സംഘത്തെ നാളെ തീരുമാനിക്കും എന്നുള്ള വിവരം കൂടി ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നു. DGPയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ച ഉത്തരവായിരിക്കുന്നു. അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും അന്വേഷണ പരിധിയിലുണ്ടാക്കും. അതുപോലെ SP സുജിത് ദാസിനെതിരെയും അന്വേഷണം വരുന്നു. അന്വേഷണ സംഘത്തെ നാളെ നിശ്ചയിക്കുമെന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.